അതെ, അമ്മാവൻ നിന്നെ ഇത്രയും പറഞ്ഞിട്ടും നീ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ റൊണാൾഡേ. എൻ്റെ 2 പൊന്നുമക്കളാണ് സത്യം. ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അമ്മാവൻ്റെ മരുമോള്, അമ്മായി, റോസ്മേരി, പിള്ളേർ, പിന്നെ ആ ബീച്ചിൽ വന്ന സകലമാന ആൾക്കാരും കേൾക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയോ? ഞാൻ ഒറ്റ അക്ഷരം മിണ്ടിയില്ല. സത്യം ലീറ്റോ, റോസ്മേരിനെ വിളിച്ചിട്ടുണ്ടായി ഞാൻ. അവള് പറഞ്ഞു പാവം നിന്ന് കേൾക്കുമായിരുന്നു, കമാന്നൊരക്ഷരം മിണ്ടിയില്ല എന്ന്. അങ്ങേർക്ക് പണ്ടേ നമ്മളോട് അത്ര ഇതല്ല, ചൊറിച്ചിലാണ്. നമ്മളെ ഇച്ചിരി പൈസ സൗകര്യം അഹങ്കാരം. കൃഷി കയ്യിലാണെങ്കിൽ നിറച്ചും പൈസ, അറിയപ്പെടുന്ന പ്രമാണം എന്നുള്ള നെകളിപ്പ്. അതാണ് ഈ കണ്ണി കാണുന്നവർ എപ്പോഴും ഉപദേശിക്കുകയും ആക്ഷേപിക്കാൻ നിൽക്കുന്നത്. അയാളുടെ ഉള്ളിൽ ഉപദേശം കിടക്കണമെങ്കിൽ അയാളുടെ ഒരു പുസ്തകം എഴുതാൻ പറ, എന്റെ ഉപദേശങ്ങൾ. ഇനി ഉപദേശിക്കാൻ വന്നാൽ ഒന്നും നോക്കണ്ട, തീർത്ത് പറഞ്ഞോ, ബാക്കി നമുക്ക് വഴിയേ കാണാം. അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വന്നോട്ടെ, ഇങ്ങനെയാ വേണ്ടത്. എടാ, പ്രായമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ പറ്റും, കേൾക്കണം, ഇല്ലേ വിട്ടളഞ്ഞേക്കണം. അമ്മാവനാണെങ്കിലും അമ്മാവന്റെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ കണ്ണി കാണുമ്പോൾ ഉപദേശിക്കാൻ ആക്ഷേപിക്കാനും നിൽക്കരുത്. ഹെടി, അത് പൈസയുടെ ഉങ്കല്ലാതെ എന്താ? പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ കയ്യിൽ വെച്ചേക്കണം. അവൻ എന്റെ അനിയനാണ്, അങ്ങനെ അവനെ വായ്ത്തോണ പറയാനും അവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല. ഇവിടെ ഇനി ഇതിനെ കുറിച്ചൊരു ചർച്ച വേണ്ട. അങ്ങേർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. പണി കൊടുക്കാൻ ഞാൻ ഗുണ്ടടാ നീ എന്ത് ചെയ്യാൻ? എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇത്ര രോഷം കൊള്ളണത്? അത് അവനും അമ്മാവനും തമ്മിലുള്ള പ്രശ്നം അവര് തീർത്തോളും. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്, അല്ല എരിയേറ്റ് വിടല്ലേ വേണ്ടത്. അല്ലെ തന്നെ അമ്മാവനും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അവർ തീർത്തോളും. നിങ്ങൾ എന്തിനാ വേണ്ടത്? പിന്നെ അച്ചാച്ചനെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണോ? എന്റെ പൊന്ന് കനക, ആദ്യം അമ്മാവനാണ് നന്നാവേണ്ടത്, അല്ലാതെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. അതെ അതെ, നിങ്ങൾ നിർത്ത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. ഈ അമ്മാവെന്ന് പറഞ്ഞ മഹാനെ കൊണ്ട് ഇവരോട് ഞാൻ മാപ്പ് പറയിപ്പിക്കും. എന്തിനാ ഞാൻ മാപ്പ് പറയണ്? ഞാൻ അതിനോട് തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഞാൻ നിന്നോട് മാപ്പ് പറയണോടാ? പറയണോന്ന്? തങ്കം, നീ അഭിനയിക്കല്ലേ? നീയും ലില്ലിയും ഈ റൊണാൾഡും കൂടിയിട്ട് മോളിരുന്ന് സംസാരിക്കുന്നത് ഞാൻ ചേച്ചി കേട്ടതാ. എന്ത്? എനിക്ക് കർഷകനാണ്, കാശുണ്ട്, അഹങ്കാരം ഉണ്ട് ഇല്ലേ? നിനക്ക് എന്റെ ഉപദേശം പിടിക്കുന്നില്ലേ? നീ എന്റെ മുട്ടുകാലിനെ ജോലിക്ക് പറഞ്ഞില്ലേ? നീ അമ്മാന്റെ മുട്ടുകാലി ഉടായ്പ നമ്പർ ഇറക്കല്ലേ? ഞാൻ കേട്ടതാ നിങ്ങൾ അമ്മാവനെ കൊണ്ട് മാപ്പ് ഉറപ്പിക്കുന്നു പറഞ്ഞത്. അത് ഞാൻ പറയിപ്പിക്കും. എന്റെ പട്ടി പറയും മാപ്പ്. നിർത്താനല്ലേ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്റെ ഒരു വഴക്കുണ്ടാക്കണ്ട. ഈ പ്രശ്നം ഇവിടെ ഒന്ന് പറഞ്ഞോണ്ടല്ലേ ഇതുണ്ടായത്. അമ്മാവന് കൊടുക്കേണ്ട ഞാൻ കൊടുത്തോളാം, എന്നോട് ആരും മാപ്പ് പറയണ്ട. അമ്മാവനല്ല, അത് അമ്മാവൻ. ഇത് അമ്മാവൻ. എന്റെ ഏട്ടാ, ഇത് ഈ അമ്മാവൻ, മറ്റേത് ഞങ്ങളുടെ അമ്മാവൻ. അപ്പൊ ഞങ്ങളുടെ അമ്മാവനല്ലേ? അമ്മാവൻ എടാ, അത് അമ്മാവൻ തന്നെ. അമ്മാവനെ കൊണ്ട് മാപ്പ് ഉറപ്പിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്? ഞങ്ങളുടെ അമ്മാവൻ ഇതല്ലടാ ഞങ്ങളുടെ അമ്മാവൻ. ഒന്ന് നിർത്ത്. എന്നെ ആക്ഷേപിച്ചത് കൊടങ്ങാവുള്ള കുട്ടിച്ചനമ്മാവൻ, ഇത് എന്റെ സ്വന്തം ഗിരിരാജനമ്മാവൻ. എന്താ? അതെ, ഈ വീട്ടിലാകെ ഒരു അമ്മാവനേ ഉള്ളൂ, അത് ഞാനാ. ഇനി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അമ്മാവന്ന് വിളിക്കണ്ടെങ്കിൽ പേര് കൂട്ടി വിളിച്ചേക്കണം. ചേച്ചിയേ